റൈറ്റ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നമുക്കധികമൊന്നും പറയാതെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലേക്ക് വേഗം കിടക്കാം. എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? നമുക്ക് അറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് രാജ്യത്തു നിന്നാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കടമെടുത്തത്? USA നിന്നാണ്. USA ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ് കടമെടുത്തത്. ഓക്കെ, ബിൽ ഓഫ് റൈറ്റിൽ നിന്നാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് കടമെടുത്തത്. ബിൽ ഓഫ് റൈറ്റ് USA ആദ്യമായിട്ട് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് വന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കണ്ടെടുത്തത്. അതുകൂടാതെ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് കോൺസൈൻസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു എക്സാമിന് ചോദിച്ചിരുന്നു. കോൺസൈൻസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. പിന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസി ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആബ്സല്യൂട്ട് ആണ്, പക്ഷേ അൺലിമിറ്റഡ് അല്ല. അത് രണ്ട് വാക്കുകളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആബ്സല്യൂട്ട് ആണ്, പക്ഷേ അൺലിമിറ്റഡ് അല്ല. പിന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പെർമനൻ്റ് ആണ്, പക്ഷേ സാർക്കോസെൻ്റ് അല്ല. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഈ സാർക്കോസെൻ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ. സാർക്കോസെൻ്റ് ഫസ്റ്റ് തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആബ്സല്യൂട്ട് ആണ്. അതായത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ പൂർണ്ണതയിലാണ്, പക്ഷേ അത് അൺലിമിറ്റഡ് അല്ല. നമുക്ക് തോന്നിയ പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ പഠിച്ചു തുടങ്ങിയില്ല, എന്നാലും ലോ ഡിസ്ക്രിമിനേഷൻ 14ാമത്തെ ആർട്ടിക്കിൾ ഇക്വാലിറ്റി ബിഫോർ ലോയാണ്. 15 ലോ ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ടാണ്. 16 ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ്. ഈ 16ാമത്തെ ആർട്ടിക്കിൾ വെച്ചിട്ട് നമുക്ക് ഈ ആബ്സല്യൂട്ട് അൺലിമിറ്റഡ് പറയാം. ഈ 16ാമത്തെ ആർട്ടിക്കിൾ ആബ്സല്യൂട്ട് ആണ്, അതായത് എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി വേണം, പക്ഷേ അൺലിമിറ്റഡ് അല്ല. അൺലിമിറ്റഡ് പറഞ്ഞാൽ എല്ലാവർക്കും പോയിട്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റി നേടിയെടുക്കാൻ പറ്റില്ല. നമുക്കറിയാം നമുക്ക് ജോബിൽ തന്നെ റിസർവേഷനും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, അതാണ് ഈ ആബ്സല്യൂട്ട് അൺലിമിറ്റഡ് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ സാർക്കോസെൻ്റ് ആണ്, പെർമനൻ്റ് ആണ്. അതായത് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് മൊത്തമായിട്ട് അതിൻ്റെ ബേസിക് സ്ട്രക്ചറിന് എടുത്തങ്ങ് മാറ്റാൻ പറ്റില്ല, പക്ഷേ അത് ക്വസ്റ്റ്യൻ ചെയ്യാം, അതിന് അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ വരുത്താം. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം 300A കിടക്കുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. ഇപ്പം അതല്ല, സാർക്കോസെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കത് അമെൻഡൊക്കെ ചെയ്യാൻ പറ്റും, ഒഴിവാക്കാനൊക്കെ പറ്റും, പക്ഷെ അങ്ങനെ എളുപ്പം പറ്റില്ല. ഓക്കെ, ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണെന്ന് ഡയറക്റ്റ്ലി പറയാം. ഏതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ 44ാമത്തെ അമെൻമെൻറ്റിലൂടെ മാറ്റം വരുത്തിയത് 19(1)(f)ഉം പിന്നെ 31 കിടക്കുന്ന ഇത് രണ്ടും ഫണ്ടമെൻ്റൽ റൈറ്റാണ്. ഇതിൽ രണ്ടിലും കിടക്കുന്ന റൈറ്റ് പ്രോപ്പർട്ടി എടുത്തിട്ട് 300A കൊണ്ടുപോയി വെച്ചു. ഇത് 44th അമെൻമെൻറ്റ് ഓഫ് 1978. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് 42nd ആണ്, അതിൻ്റെ കൂടെ വരുന്നതാണ്. ഓക്കെ, ഇനി നോക്കാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എത്ര ടൈപ്പ് ഉണ്ടെന്ന്. 6 ടൈപ്പാണ് ഉള്ളത്. 1, 2, 3, 4, 5, 6, 8. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി 6 ടൈപ്പാണ് ഉള്ളത്. അത് ഏതൊക്കെയാണ്? ഒന്ന് റൈറ്റ് ടു ഇക്വാലിറ്റി. അതാണ് 14 to 18. പിന്നെ റൈറ്റ് ടു ഫ്രീഡം, ഇത് രണ്ടുമാണ് നമ്മളിന്ന് നോക്കുന്നത്. പിന്നെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, പിന്നെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ഉണ്ട്, പിന്നെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് ഉണ്ട്, പിന്നെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസും ഉണ്ട്. ഇതാണ് മെയിനായിട്ട് 1, 2, 3, 4, 5, 6 വരുന്നത്. 6 ഫണ്ടമെൻ്റൽ റൈറ്റ് വരുന്നത്. ഇത് രണ്ടും ഇത് റിപ്പീൽ ചെയ്തതാണ്, ഇത് പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇത് ആക്ച്വലി 21 വരുന്നതായതുകൊണ്ട് റൈറ്റ് ടു ഫ്രീഡത്തിൽ തന്നെ കൂട്ടാം. അപ്പോൾ ഈ 6 മെയിനായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പേ ഫണ്ടമെൻ്റൽ റൈറ്റ് എത്ര ആർട്ടിക്കിൾ മുതൽ എത്ര ആർട്ടിക്കിൾ വരെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ആർട്ടിക്കിൾ നമ്പർ 12 മുതൽ 35 വരെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് ഉള്ളത്. ഓക്കെ, ഈ പാർട്ട് 3 വരുന്നതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്, ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഈ 12ഉം 13ഉം
ആക്ച്വലി ഈ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറയാം. ഇതാണ് നമ്മൾ നോക്കുന്നത്. 12ാമത്തെ ആർട്ടിക്കിൾ എന്താ പറയുന്നത്? 12ാമത്തെ ആർട്ടിക്കിൾ നമുക്ക് DPSP എടുത്താലും കാണാൻ പറ്റും. ആദ്യത്തെ ഒരു ആർട്ടിക്കിൾ ഡെഫിനീഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. അതായത് നമ്മുടെ ഇന്ത്യനെ കുറിച്ചുള്ളൊരു ഡെഫിനീഷൻ പോലെ പറയുകയാണ്. അതായത് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് ബാധകമാകുന്നത് ഏതിനാന്നൊക്കെ ആയിരിക്കും. ഗവൺമെൻറ്, പാർലമെൻറ്റ്, അതേപോലെ ലെജിസ്ലേച്ചർ, ഈച്ച് സ്റ്റേറ്റിന് ഉണ്ടാകും അതോറിറ്റി, അങ്ങനെ പറഞ്ഞ് ഡെഫിനീഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ 12 എന്തൊക്കെയാണ് പറഞ്ഞാലും ഡെഫിനീഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അതിൻ്റെ കൂടുതലായിട്ട് 12-ലൊന്നും ചോദിക്കാനില്ല. ഇനി 13ാമത്തെ ആർട്ടിക്കിൾ. 13ാമത്തെ ആർട്ടിക്കിൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം പറയുകയാണ്. അതായത് ഒരു ലോ ഉണ്ടാക്കി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ലോ ഉണ്ടാക്കി. അതായത് ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ റിലീജിയൻ ഗ്രൂപ്പിൽ, റിലീജിയൻ വേണ്ട, നമുക്ക് ആർട്ടിക്കിൾ 17 എടുക്കാം. 17 എന്താ? അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റിയാണ്. അൺടച്ചബിലിറ്റി അതായത് ഇന്ത്യൻ സുപ്രീം ലെജിസ്ലേച്ചർ ഒരു ലോ ഉണ്ടാക്കി. എന്താണ് ആ ലോ? അതായത് അൺടച്ചബിലിറ്റി ഇനി മുതൽ പ്രാക്ടീസ് ചെയ്യാമെന്ന്. ഓക്കെ, അങ്ങനെ ഒരു ലോ ഉണ്ടാക്കില്ല, എന്നാലും അങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന്. അപ്പോൾ അത് ആക്ച്വലി ഈ ഫണ്ടമെൻ്റൽ റൈറ്റിനെ ഡയറക്റ്റ്ലി ബാധിക്കുന്ന ഒരു ലോ ആണ്. അപ്പോൾ അത് ഇൻകൺസിസ്റ്റൻ്റ് ആകും. അതായത് സ്റ്റേറ്റ് ദാറ്റ് ലോസ് ഫോഴ്സ് ബിഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ആർ ഇൻകൺസിസ്റ്റൻ്റ് ആർ വോയിഡ്. സ്റ്റേറ്റ്സ് ക്യാൻ മേക്ക് ലോ ഓർ ടേക്ക് അവേ ദ ലിമിറ്റ് കൺഫേർഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ റൈറ്റിനെ ബാധിക്കുന്ന റൈറ്റുകളിനെയൊക്കെ വോയിഡായിട്ട് കൂട്ടും. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റിനെതിരായിട്ടുള്ള ലോ വോയിഡാണ് എന്ന് പറയുന്നതാണ്. ഈ 13 നമുക്ക് ന്യൂസ് പേപ്പറിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും, ഏതെങ്കിലും ലോനെതിരായിട്ടൊക്കെ പാർലമെൻറ്റിൽ ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ മെയിൻലി അതാണ് 13ഉം 12ഉം ഡെഫിനീഷനും അതേപോലെ വോയിഡാണെന്ന് പറയുന്നത്. മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്തത് റൈറ്റ് ടു ഇക്വാലിറ്റി. റൈറ്റ് ടു ഇക്വാലിറ്റി വരുന്നത് 14, 15, 16, 17, 18 നമ്മളിത് പഠിക്കാനൊരു കോഡുണ്ട്. LD, എല്ലാവർക്കും അറിയുന്നുണ്ടാവും മിക്കവാറും. LDOUT, LD ഔട്ടാണ്. ഇതെന്താ? ഇക്വാലിറ്റി ബിഫോർ ലോ. അതായത് എല്ലാവർക്കും ലോൻ്റെ മുമ്പിൽ ഈക്വൽ റൈറ്റ്സ് ആണുള്ളതാണ്. അതാണ് 14ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത്. ആരും ലോൻ്റെ എബവും അല്ല ബിലോയും അല്ല. ഓക്കെ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ പറയുന്നുണ്ട്. 14ാമത്തെ ആർട്ടിക്കിൾ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ഇക്വാലിറ്റി ഓഫ് ലോയും, ഒന്ന് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയും. ഇതൊരു നെഗറ്റീവ് റൈറ്റാണ്, ഇതൊരു പോസിറ്റീവ് റൈറ്റാണ്. ഓക്കെ, എന്താണ് അപ്പം നെഗറ്റീവ് പോസിറ്റീവ് റൈറ്റ് എന്താണ്? ഒന്ന്, നമുക്കൊരു സാധനം നമ്മളേന്ന് പിടിച്ച് വെക്കുകയാണ്. അത് പിടിച്ച് വെക്കുകയല്ല, എല്ലാവരും ഈക്വൽ ആണെന്ന് പറയുന്നതാണ്. ആരും എബവ് അല്ല എന്നാണ് പറയുന്നത്. ആരും ലോൻ്റെ എബവ് അല്ല. അത് നമ്മൾ നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. അതൊരു പോസിറ്റീവ് റൈറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയൊന്നും പഠിച്ച് വെക്കണമെന്നില്ല. ഈക്വാലിറ്റി ഓഫ് ലോ എന്ന് പഠിച്ചാലും മതി. നെഗറ്റീവ് പോസിറ്റീവ് റൈറ്റ് ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. ഇനി അടുത്ത് വരുന്നത് എന്താ? ഡിസ്ക്രിമിനേഷനാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആരും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ബേസിസിൽ? റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? റിലീജിയൻ, മതം, റേസ്, അവരുടെ കളറ്, കാസ്റ്റ്, അവരുടെ ജാതി, സെക്സ്, മെയിലാണോ ഫീമെയിലാണോ എന്ന് വെച്ചിട്ട്, പിന്നെ പ്ലേസ് ഓഫ് ബർത്ത്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ഒരു സ്റ്റേറ്റിൽ ജനിച്ചു എന്ന് വിചാരിച്ച് അവരെ കളിയാക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ. അപ്പം ഇക്വാലിറ്റി, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ. 1, 2, 3, 4, 5 ബേസിസിലാണ് ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കിയിട്ടുള്ളത്. റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്. അത് ഓർത്ത് വയ്ക്കുക, ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇതിനും റെസ്ട്രിക്ഷൻ ഉണ്ട്. അതായത് റെസ്ട്രിക്ഷൻ, ഇതിന് അതായത് ഈ ഒരു ലോ ഇപ്പം നമ്മളൊരു പബ്ലിക്കായിട്ടുള്ളൊരു പോണ്ട് ഉണ്ട്, അല്ലെങ്കിൽ പബ്ലിക് വെല്ല്, പബ്ലിക് റെസ്റ്റോറൻറ്റ്, പബ്ലിക് പ്ലേസ്, അവിടെയൊന്നും നമുക്ക് എഴുതാൻ പറ്റില്ല ഈ ജാതിയിൽപ്പെട്ടവർ അല്ലെങ്കിൽ ഈ കാസ്റ്റിൽപ്പെട്ട ഈ മെയിൽസിന് കിടക്കാൻ പാടില്ല, ഈ റിലീജിയനിൽ പെട്ടവർ കിടക്കാൻ പാടില്ല, ഈ സ്ഥലത്ത് ജനിച്ചവർ കിടക്കാൻ പാടില്ല, ഈ കളറുള്ളവർ കിടക്കാൻ പാടില്ല, അങ്ങനെയൊന്നും എഴുതി വയ്ക്കാൻ പാടില്ല. അതൊക്കെ പ്രൊഹിബിഷൻ ഓഫ് ആർട്ടിക്കിൾ 15 ആണ്. ഓക്കെ, ഒരു കുളം, ഈ കുളത്തിൽ ഈ സ്റ്റേറ്റിൽ നിന്നുള്ളവർ ഈ കുളത്തിൽ കുളിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും എഴുതി വയ്ക്കാൻ പാടില്ല.
ഓക്കെ, അത് വിചാരിച്ചിട്ട് ഇതിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വുമണിനും ചിൽഡ്രനും സ്പെഷ്യൽ പ്രൊവിഷൻ കൊടുക്കുന്നതിൽ നിന്ന് അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. വുമണിനും ചിൽഡ്രനും നമ്മൾ കാണാറുണ്ട് ചില സ്ഥലത്ത് വുമണിനും ചിൽഡ്രനും മാത്രം എന്തെങ്കിലും സ്പെഷ്യൽ പ്രൊവിഷൻ, ഫോർ എക്സാമ്പിൾ ബസ്സിൽ തന്നെ സീറ്റ് ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ കുറേ സ്ഥലത്ത് കാണാറുണ്ട് വുമണിനും ചിൽഡ്രനും സ്പെഷ്യൽ പ്രൊവിഷൻ. അതിൽ നിന്ന് നമ്മളൊരിക്കലും ഈ ഒരു നമ്മളവിടെ പറയരുത് ഞാൻ മെയിലാണ്, എന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ നമുക്കതിന് റൈറ്റ് ഇല്ല. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, OBC, SC ST ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു മുൻഗണന കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ റേഷൻ കടയിൽ പോവുകയാണെങ്കിൽ അവർക്ക് കുറച്ച് അരി കൂടുതൽ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എനിക്ക് ഇത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അതും ചെയ്യാൻ പാടില്ല. അതാണ് ഇതിൻ്റെ ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻസ്. അതാണ് പറയുന്നത്. ഇത് എന്തായിരുന്നു പറഞ്ഞത്, ആബ്സല്യൂട്ടാണ്, പെർമനൻറ്റ് ആബ്സല്യൂട്ടാണ്, പക്ഷേ അൺലിമിറ്റഡ് അല്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ റീസണബിൾ റെസ്ട്രിക്ഷൻ. അപ്പോൾ നമ്മൾ LD പഠിച്ചു, ലോ ഡിസ്ക്രിമിനേഷൻ പഠിച്ചു. ഇനി ഓപ്പർച്യൂണിറ്റി, അൺടച്ചബിലിറ്റി, ടൈറ്റിൽസ്. ഓപ്പർച്യൂണിറ്റി എന്താ, ഈക്വൽ ഓപ്പർച്യൂണിറ്റി. പബ്ലിക് എംപ്ലോയ്മെൻറ്റിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി. നമ്മളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിൽ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്. നോ സിറ്റി ഗ്രൗണ്ട്സ്, ഒരു ഗ്രൗണ്ട്സിലും നമ്മളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അതായത് മെയിൽസ്, സെക്സ്, റിലീജിയൻ, കാസ്റ്റ് ഓഫ് ബർത്ത്, ഈ നേരത്തെ പറഞ്ഞതിലൊന്നും നമ്മളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ ആക്ച്വലി അവിടെയും റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. റിസർവേഷൻ, ബാക്ക്വേർഡ് ക്ലാസ്, അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുത്ത് പറയുന്നുണ്ട്. റീസണബിൾ റെസ്ട്രിക്ഷൻ എല്ലാ കേസിലും. ഇപ്പം മിലിറ്ററിയിലാണെങ്കിലും ചില പോസ്റ്റിൽ മെയിൽസിന് മാത്രമായിട്ട് റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാകും, ചില പോസ്റ്റിൽ ഫീമെയിൽസിന് മാത്രമായിട്ട് റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ അതിലൊന്നും നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പർച്യൂണിറ്റി വേണമെന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി LDO പറയാനുള്ളത്, ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ആർട്ടിക്കിളാണ്. നിങ്ങൾ സിമ്പിളും അതേപോലെ ഇമ്പോർട്ടൻറ്റുമാണ്. കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ബേസിക്കാണ്. ഇപ്പം മാത്തമാറ്റിക്സിൽ സിമ്പിളായിട്ടുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ പോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി വരുന്നത് അൺടച്ചബിലിറ്റിയാണ്. അതായത് നമുക്കറിയാം കേരളത്തിലൊക്കെ പണ്ട് അൺടച്ചബിലിറ്റി വളരെയധികം പ്രാക്ടീസ് ചെയ്തിരുന്നു. ഈ അൺടച്ചബിലിറ്റി അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തത് ഡോക്ടർ BR അംബേദ്കർ, മഹാത്മാഗാന്ധിയൊക്കെയാണ്. അപ്പോൾ ഈ അൺടച്ചബിലിറ്റി എന്താണ്, ആരും തൊടാൻ പാടില്ല എന്നുള്ള ഒരു ഇത്, അത് അബോളിഷൻ ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റിനും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെയൊക്കെ അത് ബാധിക്കും. പിന്നെ ടൈറ്റിൽ, അതായത് അബോളിഷൻ ഓഫ് ടൈറ്റിൽ. ഈ ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില ടൈറ്റിൽസ് ഉണ്ടാകും, അതായത് അവരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ചില ടൈറ്റിൽസ് ഉണ്ടാകും. അങ്ങനത്തെ ടൈറ്റിൽസൊക്കെ അബോളിഷൻ ചെയ്യണം എന്നാണ്. പക്ഷേ അതിൽ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്കറിയാം മിലിറ്ററി ടൈറ്റിൽസ് ഉണ്ടാവും, ലെഫ്റ്റനൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ അക്കാഡമിക് ഡിസ്റ്റിങ്ഷൻസ് ഒക്കെ ഉണ്ടാകും. അത് എന്താ, അക്കാഡമിക് ഡിസ്റ്റിങ്ഷൻസ്, പ്രൊഫസർ അല്ലെങ്കിൽ ഡോക്ടർ, ഇതൊന്നും അല്ല ആ ടൈറ്റിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അവരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന എന്തെങ്കിലും ടൈറ്റിൽ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് ടൈറ്റിലായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. റൈറ്റ് ടു ഇക്വാലിറ്റി, ഇതാണ് ബേസിക്, നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തറ എന്നൊക്കെ പറയുന്ന റൈറ്റ് ടു ഇക്വാലിറ്റിയാണ് ഫൗണ്ടേഷൻ. ഓക്കെ, ഇനി 19ാമത്തെ റൈറ്റ് എന്താ, 19ാമത്തെ റൈറ്റാണ് റൈറ്റ് ടു 19ാമത്തെ റൈറ്റ് നമുക്ക് സർട്ടൈൻ റൈറ്റ്സ് ഗ്യാരണ്ടി ചെയ്യാണ്. റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡം എത്ര എണ്ണം ഉണ്ട്, 6 റൈറ്റ് ഓഫ് ഫ്രീഡംസ് ആണുള്ളത്. 7 എണ്ണം ഉണ്ടായിരുന്നു, ഇപ്പോൾ 6 എണ്ണമാണുള്ളത്. 7ാമത്തത് 19(1)(f) റിമൂവ് ചെയ്തത് നമ്മൾ നേരത്തെ പഠിച്ചു. ഏതിലാണ്, ഏതോ ഒരു അമെൻമെൻറ്റ് പഠിച്ചു, 42nd അമെൻമെൻറ്റ് ഓഫ് 1978. ഓക്കെ, അപ്പം ഇത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, റൈറ്റ് ടു അസംബിൾ വിത്തൗട്ട് ആംസ്, ടു ഫോം അസോസിയേഷൻ, ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദി territory, to reside anywhere and practice any profession. Okay, right to speech, assemble, formation of association, move freely, reside, occupation. ഓക്കെ, ഇങ്ങനെ ഓർത്താൽ മതി. സാംറോ എന്ന് വെച്ച കോഡ് വെച്ച് ഓർത്താൽ മതി. SAAMRO. എന്താണ് സ്പീച്ച്, എന്താണ്, അതുപോലെ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ രീതിയിലും ആലോചിക്കാം. ഇപ്പം ഈ AA-ലൊക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു പാർട്ടി ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ ആദ്യം പാർട്ടി ഉണ്ടാക്കാൻ നമ്മളൊരു സ്ഥലത്ത് നിന്നിട്ട് മൈക്കൊക്കെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്പീച്ച് നടത്തണം.
ഓക്കെ, ആ സ്പീച്ച് നടത്തി കഴിഞ്ഞാൽ കുറേ ആൾക്കാർ നമ്മളെ സ്പീച്ച് ഇഷ്ടപ്പെട്ടിട്ട്, ഇപ്പോൾ കേരളത്തിൽ ഒരു ജില്ല എടുക്കുക, കൊച്ചി എടുക്കുക, എറണാകുളം എടുക്കുക, അവിടെ ഇരുന്നിട്ട് നമ്മളൊരു സ്പീച്ച് നടത്തി ഒരു പാർട്ടി ഉണ്ടാക്കി, എ എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പം കുറേ ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ട് ആ സ്പീച്ച് കേട്ടിട്ട് നമ്മൾ കുറേ ആൾക്കാർ കാണാൻ വരും. ഇവരെയൊക്കെ പിടിച്ചിട്ട് നമ്മൾ, അപ്പോൾ അതാണ് ആർട്ടിക്കിൾ 19(1)(a. ഇവരെയൊക്കെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ അടുത്തത് എന്ത് ചെയ്യും, ഇവരെല്ലാവരും കൂട്ടിയിട്ട് അടുത്തത് ഒരു അസംബ്ലി ഉണ്ടാക്കും. കുറച്ച് ആൾക്കാരേ ഉണ്ടാവുള്ളൂ, ഒരു 5-6 ആൾക്കാരേ ഉണ്ടാവുള്ളൂ. ആ അസംബ്ലിയിൽ എന്താവും, ഇങ്ങനെ കുറേ ആൾക്കാർ കൂടി നിൽക്കും. അപ്പം എല്ലാവർക്കും കൂടി നിൽക്കാം, പക്ഷേ ആരും കയ്യിൽ കത്തിയോ കൊടുവാളോ ഒക്കെ വെച്ചിട്ടൊന്നും നിൽക്കാഞ്ഞാൽ മതിയെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും കൂടി നിൽക്കാം. അതാണ് റൈറ്റ് ടു അസംബിൾ. അടുത്തത് എന്താണ്, ഫോർമേഷൻ ഓഫ് അസോസിയേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു അസംബ്ലി വിളിക്കുക ചെയ്യുക, എന്നിട്ട് അവിടെ നിന്ന് നമ്മളൊരു അസോസിയേഷൻ ഉണ്ടാക്കും. ഈ പാർട്ടീൻ്റെ പേര് ഇതാണ്, ഈ പാർട്ടീൻ്റെ ഹെഡ് ഞാനാണ്, ഈ പാർട്ടീൻ്റെ അസോസിയേഷൻ, ഈ എ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടീൻ്റെ അസോസിയേഷൻ നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു കൊടിയൊക്കെ ഉണ്ടാക്കി ഒരു അസോസിയേഷൻ ഉണ്ടാക്കും. പിന്നെ റൈറ്റ് മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദി ടെറിട്ടറി. നമുക്ക് ഈ പാർട്ടി ഈ എറണാകുളത്ത് മാത്രം കൺഫൈൻ ചെയ്താൽ പോരല്ലോ, നമുക്ക് ഇന്ത്യയിൽ പല ഭാഗത്ത് എത്തിക്കണം. കർണാടകയിൽ, അതുപോലെ തമിഴ്നാട്ടിൽ, അതുപോലെ നോർത്ത് ഇന്ത്യയിലൊക്കെ എത്തിക്കണം ഈ പാർട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് വെച്ചിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അതാണ് റൈറ്റ് ടു മൂവ്. എന്നിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നോർത്ത് ഇന്ത്യയിൽ ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ ഇതിന് നല്ലൊരു സ്കോപ്പ് കണ്ടു. ഈ പാർട്ടിക്ക് വളരെ ബേസ്, അതായത് ഈ പാർട്ടീൻ്റെ ഒരു ഹെഡ് ഓഫീസ് അവിടെ ഉണ്ടാക്കാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ സെറ്റിൽ ചെയ്യാൻ പോവുക. അപ്പോൾ നമുക്ക് ഉത്തർപ്രദേശിൽ സെറ്റിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, എവിടെ വേണമെങ്കിൽ സെറ്റിൽ ചെയ്യുക ഇന്ത്യൻ ടെറിട്ടറിയിൽ. ഇതിലൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ. എന്നാൽ ഉത്തർപ്രദേശിലൊരു സാധാരണ റെസ്ട്രിക്ഷൻ ഇല്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് ഒരു പാർട്ടി ഓഫീസൊക്കെ ഉണ്ടാക്കി സെറ്റിൽ ചെയ്യണമെങ്കിൽ സെറ്റിൽ ചെയ്യാം. അത് നമുക്ക് ഈ ആണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്, ഈ കഴിഞ്ഞിട്ട് എഫ് ഉണ്ട് കേട്ടോ, അത് പോക്കിയതാണ്. അപ്പം ഈ എഫ് നമ്മൾ ഓർത്ത് വെക്കണം, പോക്കിയതാണെങ്കിലും എഫ് ഓർത്ത് വെക്കണമല്ലോ. അപ്പം നമ്മൾ അവിടെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓഫീസ് ഉണ്ടാക്കാൻ ഒരു സ്ഥലം മേടിച്ചു. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ സ്ഥലം ഒരു പ്രോപ്പർട്ടി ആണല്ലോ, അതാണ് ഈ പ്രോപ്പർട്ടീൻ്റെ ഇത് വരുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ താമസിച്ച് നമ്മൾ പാർട്ടിയൊക്കെ വികസിച്ച് അങ്ങനെ താമസിച്ചു. അപ്പോൾ നമ്മൾക്ക് പാർട്ടിയിലുള്ള എല്ലാവർക്കും പാർട്ടിയിൽ മാത്രം ജോലിയില്ല, അവിടെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ജീവിക്കേണ്ടി വരില്ലേ? ചിലപ്പം അവിടെ എന്തെങ്കിലും ഒരു കട നടത്തി ജീവിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തി ജീവിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു ഒക്യുപ്പേഷൻ, ട്രേഡ്, ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിക്കണം. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു കോഡ് പോലെ പറഞ്ഞതാണ്, സാംബ്രോ വെച്ചിട്ടും പഠിച്ചാൽ മതി. സ്പീച്ച്, അസംബിൾ, അസോസിയേഷൻ, മൂവ്മെൻറ്റ്, റിസൈഡ്, ഒക്യുപ്പേഷൻ. ഞാൻ അങ്ങനെയാണ് ഓർക്കാറ്. കാരണം സാംബ്രോ എന്ന് ഓർത്താലും പെട്ടെന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ വരുമ്പം പെട്ടെന്ന് ഈ എഫും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കൊരു ഇങ്ങനെ ഈ സാംബ്രോ എന്ന് എഴുതുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു കഥ പോലെ ഇങ്ങനെ വെറുതെ മനസ്സിലിങ്ങനെ വിചാരിച്ച് ചെയ്തു നോക്കിയാൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, അടുത്തത് എന്താണ്, ആർട്ടിക്കിൾ 20 ആണ്. ആർട്ടിക്കിൾ 19 പഠിച്ചു. ആർട്ടിക്കിൾ 19 വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ആർട്ടിക്കിൾ 19(1)(a) ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് പേപ്പറിൽ വരാറുണ്ട്. ഓക്കെ, ഹിന്ദുവിലൊക്കെ നമ്മൾ കാണാവുന്നതാണ്. ഇതുപോലെ ഇതിൽ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. 19(1)(2)ൽ റീസണബിൾ റെസ്ട്രിക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്കറിയാം, നമുക്ക് സ്പീച്ചും എക്സ്പ്രഷനും ഉണ്ടെന്ന് വിചാരിച്ച് എന്ത് തോന്നിയാസം വിളിച്ച് പറയാൻ പറ്റില്ല, എല്ലാവരെയും കുറിച്ചിട്ട് അങ്ങനെ എന്തും പറയാൻ പറ്റില്ല. ഓക്കെ, പിന്നെ അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്, അതിനങ്ങനെ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പക്ഷേ അസംബിൾ ചെയ്യുന്ന സ്ഥലങ്ങൾക്കൊരു റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഈ അസോസിയേഷൻ, യൂണിയൻ ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റില്ല. ഒരു അസോസിയേഷൻ ഉണ്ടാക്കുകയെന്ന് വെച്ചാലും അതിനുണ്ട് ആ അസോസിയേഷൻ്റെ ഉദ്ദേശം എന്താ, അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് ചീത്ത ഉദ്ദേശം ആവരുത്. പിന്നെ മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദി ടെറിട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ എല്ലായിടത്തും പോകാൻ പറ്റില്ല. നമുക്ക് ഇന്ത്യൻ്റെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ അറിയാം. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ്റെ മാപ്പ് എവിടെ? ഓക്കെ, ഇന്ത്യൻ്റെ മാപ്പ് നമ്മുടെ കയ്യിൽ ഇല്ല. ഓക്കെ, ഇന്ത്യേൻ്റെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ അറിയാം, ഇന്ത്യയിൽ കുറേ ഏരിയാസ് ഉണ്ട് ഇങ്ങനെ എല്ലാവർക്കും പോകാൻ പറ്റാത്ത. ഇപ്പം ഇത് ജമ്മു കാശ്മീർ, രാജസ്ഥാനൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്ത് ഇതൊരു ഇന്ത്യേൻ്റെ മാപ്പായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെയൊക്കെ നമുക്കറിയാം ആസ്കൈൻ ചിൻ ഉണ്ട്, അതുപോലെ പാക് ഓക്യുപ്പൈഡ് കശ്മീർ ഉണ്ട്. ഈ നോർത്ത് ഈസ്റ്റിലും ഇവിടെയൊക്കെ കുറേ ഏരിയയിൽ നമുക്ക് മിലിറ്ററി ഏരിയയിൽ ഇവിടെയൊക്കെ ഉണ്ട്. മിലിറ്ററി ഏരിയയിൽ കുറേ സ്ഥലങ്ങളുണ്ട്, അവിടെ നിന്ന് നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റില്ല. ട്രൈബൽ ഏരിയാസിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതാണ് മൂവ് ഫ്രീലി എന്നൊന്നും പറയാൻ പറ്റില്ല. അതിലും നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിലുള്ള ഒരു റൈറ്റാണ് തരുന്നത്. പിന്നെ എല്ലാ ഭാഗത്തും സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം ട്രൈബൽ ഏരിയാസിൽ കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് വീടുണ്ടാക്കാൻ പറ്റില്ലല്ലോ, എല്ലാ ഏരിയയിലും പറ്റില്ല. അതുപോലെ ഏത് ഓക്യുപ്പേഷനും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ആരും ഉപദ്രവിക്കാത്ത രീതിയിലുള്ള നല്ല ഓക്യുപ്പേഷനൊക്കെ ആയിട്ട് എന്തും ചെയ്യാമെന്നേ പറയുന്നുള്ളൂ. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടിയും ശ്രദ്ധിക്കണം.
നമ്മൾ ഈ സാംറോ കോഡൊക്കെ വെച്ചിട്ടൊരു കഥ പോലെ പഠിച്ചു പോയാൽ നല്ലതാണ്. അതുകൂടാതെ ഈ സി ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കണം, ഫോർമേഷൻ ഓഫ് അസോസിയേഷൻ. ഇത് നമ്മൾ 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൽ ആഡ് ചെയ്തതാണ്. 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം. ഓക്കെ, ഈ ഫോർമേഷൻ ഓഫ് അസോസിയേഷൻ ഉണ്ടായിരുന്നു, അതിന് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു DPSP ആണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആയിരുന്നു. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കുക എന്നുള്ളത്. അത് ഈ ഒരു അമെൻമെൻറ്റിലൂടെയാണ് എന്താക്കിയത്, ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാക്കി മാറ്റിയിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, അതായത് 43B വരുന്ന ഒരു ആർട്ടിക്കിളാണത്. 43B വരുന്ന ഒരു ആർട്ടിക്കിളാണ് എന്ത്, പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അത് 97th അമെൻമെൻറ്റ് ഓഫ് 2011 എന്താക്കിയത്, ഒരു DPSPയും FRയും തമ്മിൽ വ്യത്യാസമുണ്ട്, അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റാക്കി മാറ്റി. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി ഇതിനെക്കുറിച്ച് സ്പെഷ്യലി ഒന്നുമില്ല. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 20 ഉം 21 കൂടി പറയാം. 2021 ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ 2021 എപ്പോഴും പഠിച്ചു വെക്കണം. എന്തൊരു എമർജൻസി, നാഷണൽ എമർജൻസി ഉണ്ടായാലും ഈ 2021 നമുക്ക് സസ്പെൻഡ് ചെയ്യാൻ ഒരു അവകാശവും ഇല്ല. അപ്പോൾ 2021 കനോട്ട് ബി സസ്പെൻഡഡ് ഡ്യൂറിങ് നാഷണൽ എമർജൻസി. ഓക്കെ, അത് എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ആർട്ടിക്കിൾ 2021 മാറിപ്പോവുകയും ചെയ്യരുത്. ഓക്കെ, ഇനി പ്രൊട്ടക്ഷൻ 20ഉം 22ഉം എല്ലാവർക്കും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. 20 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻ റെസ്പെക്റ്റ് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസ് ആണ്. ഓക്കെ, നമുക്ക് ആദ്യം 22, 21 പഠിക്കാം. അതാകുമ്പോൾ പിന്നെ 23 തന്നെ പഠിക്കുന്നുണ്ട്, അപ്പം 20 പഠിക്കാം. 20 എന്താ, പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസ്. ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് തരുന്ന പ്രൊട്ടക്ഷനാണ് ആർട്ടിക്കിൾ 20. ഇനി അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് അതിൽ പറയുന്ന 3A, B, C പറയുന്നുണ്ട്. ഒന്ന്, നോ പോസ്റ്റ് ഫാക്ടോ ലോ, നോ ഡബിൾ ജിയോപാഡി, നോ സെൽഫ് ഇൻക്രിമിനേഷൻ. അങ്ങനെ വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവില്ല, കുറച്ചൊക്കെ മനസ്സിലാവും, പക്ഷേ ഈ ഫസ്റ്റ് എന്തായാലും മനസ്സിലാവില്ല. നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറഞ്ഞാൽ അതായത് ഇതൊരു നമ്മൾ അത് ചെയ്യുന്ന ടൈമിൽ ഇതൊരു കൺവിക്ഷൻ, ഒരു തെറ്റായിരിക്കണം, അല്ലെങ്കിൽ എന്താ ഇതൊരു തെറ്റല്ല. അതായത് ഫോർ എക്സാമ്പിൾ, ഒരു 2 കൊല്ലത്തിന് ശേഷം ഈ ഫോണിൽ ഗെയിം കളിക്കുന്നത്, മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുന്നത്, ഫോർ എക്സാമ്പിൾ PUBG അങ്ങനത്തെയൊക്കെ ഗെയിം ഉണ്ടല്ലോ, അങ്ങനത്തെ ഗെയിം കളിക്കുന്നത് ഒരു 20 വർഷം തടവ് കിട്ടാവുന്ന, ജയിൽ ടേം കിട്ടാവുന്ന ഒരു കുറ്റമാക്കി മാറ്റി. അപ്പോൾ ഒരാൾ ഇപ്പോൾ ഒരു PUBG കളിച്ചു വിചാരിക്കുക, അങ്ങനെ വിചാരിച്ചിട്ട് അയാൾക്ക് അതൊരു കുറ്റമാവില്ല. കാരണം 2024 കളിച്ചു കഴിഞ്ഞാൽ 2026 നിയമം ഉണ്ടാക്കി വിചാരിക്കുക. അപ്പം ആ നിയമം ഈ ഒരു 2024 അയാളൊരു കുറ്റം ചെയ്തു വിചാരിച്ചിട്ട് അതാവില്ല. 2024 ഒരു കുറ്റമല്ലല്ലോ. അപ്പം അങ്ങനെ. ഓക്കെ, അതാണ് നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ. പണ്ടത്തെ ഒരു കാര്യം വെച്ചിട്ട് ഇപ്പം ഈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പണ്ടത്തെയാണ്. അപ്പോൾ ഈ എക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പം പണ്ട് ചെയ്ത കാര്യങ്ങൾ അപ്പം കുറ്റമല്ലെങ്കിൽ പിന്നെ കുറ്റമല്ല. നോ ഡബിൾ ജിയോപാഡി, ഒരാളെ 2 പ്രാവശ്യം പണിഷ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതായത് ഒരാളൊരു കുറ്റം ചെയ്തു, അപ്പോൾ അയാളെ പിടിച്ചിട്ട് പറഞ്ഞു കോടതി ഇയാൾക്ക് 3 കൊല്ലം തടവ് കൊടുക്കണം. കുറ്റം അയാൾ സമ്മതിച്ചു, തെളിവൊക്കെ. പിന്നെ അയാൾ പുറത്ത് വന്നു, അയാൾ സാധാ പോലെ ജീവിക്കുക. അപ്പം ആൾക്കാർ പറഞ്ഞു ഇയാളെ പിടിച്ച് വീണ്ടും ജയിലിലിടണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ഓക്കെ, ഇനി അടുത്തത് എന്താ, നോ സെൽഫ് ഇൻക്രിമിനേഷൻ. അതായത് ഒരാൾ ഒരു കുറ്റം ചെയ്തു, അപ്പോൾ അയാൾ പറയാണ് അയാൾക്കെതിരെ തന്നെ കള്ളസാക്ഷി കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അയാൾ പറഞ്ഞു ഞാൻ ഇങ്ങനെയല്ല കുറ്റം ചെയ്തതെന്ന് പറഞ്ഞാൽ അതൊരു കള്ളസാക്ഷിയാണ്. അപ്പോൾ അയാൾക്കെതിരെ കൺവിക്റ്റിന് ഒരിക്കലും അവിടെ കുറ്റത്തിന് ഇതിന് പറയാൻ പറ്റില്ല. ഓക്കെ, അതാണ് ആർട്ടിക്കിൾ 20 വരുന്നത്. ഇനി ആർട്ടിക്കിൾ 21 എന്താ വരുന്നത്? ആർട്ടിക്കിൾ 21 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ആർട്ടിക്കിൾ 20, 21, 22 ആണുള്ളത്. 21 പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയാണ്. അതിൽ കുറേ റൈറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 20 ഉം 21A പഠിച്ചാൽ മതി. 86th അമെൻമെൻറ്റ് ഓഫ് 2002 ആണ് ഈ 21A ആഡ് ചെയ്തത്. ഇത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. 86th അമെൻമെൻറ്റ് 2002 കുറേ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് പിന്നെ നോക്കാം. എന്തായാലും ആർട്ടിക്കിൾ 20 നമ്മൾ പഠിച്ചു. 22, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. ഇതൊരാൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ്. ഏത്? 20. 22 അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ, അയാൾ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ. ഓക്കെ,
22-ൽ എന്തൊക്കെയാണ് പറയുന്നത്? 22-ൽ രണ്ട് ഡിറ്റൻഷനാണ് പറയുന്നത്, പ്യൂണിറ്റീവ് ഡിറ്റൻഷനും പ്രിവെൻറ്റീവ് ഡിറ്റൻഷനും. അതായത് പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുതൽ തടങ്കൽ. അതായത് എന്തെങ്കിലും നാഷണൽ എമർജൻസി അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പം നമുക്കറിയാം ആൾക്കാരെ പിടിച്ചു വയ്ക്കും, എന്തെങ്കിലും അവർ കുറ്റം ചെയ്യും എന്ന തോന്നൽ. അപ്പോൾ അതാണ് ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ. ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ 3 മാസമാണ് മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുക. 3 മാസമാണ് ഒരാളെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിൽ ഇട്ട് വയ്ക്കാൻ പറ്റുള്ളൂ, അതിന് ശേഷം ഇട്ട് വയ്ക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ. ഇനി അതുകൂടാതെ ആർട്ടിക്കിൾ 22-ൽ പറയുന്നത് അയാളെ ഇൻഫോം ചെയ്യണം, റൈറ്റ് ടു ബി ഇൻഫോംഡ്. അയാളെ ജയിലിലിടുന്നതിന് മുമ്പേ ഇൻഫോം ചെയ്യണം സാധാരണ ഡിറ്റൻഷനിൽ. പിന്നെ ലീഗൽ പ്രാക്ടീഷണറിന് വെക്കാൻ അയാൾക്ക് അവസരം കൊടുക്കണം, 24 മണിക്കൂറിന് മുമ്പേ മജിസ്ട്രേറ്റിൽ ഹാജരാക്കണം. അതൊക്കെ പറയുന്നത് 22. അപ്പോൾ നമ്മൾ ഓർത്താൽ മതി, 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ജയിലിൽ പിടിച്ച് ഇടുന്നതിന് മുമ്പേ അയാൾക്ക് കിട്ടുന്ന റൈറ്റാണ്. ഓക്കെ, 22. 20 അയാൾ ജയിലിൽ പിടിച്ചിട്ടതിന് ശേഷം കിട്ടുന്ന റൈറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇതുകൂടാതെ 21 കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാണ്ട്, എന്നാലും നമ്മളിന്ന് കുറേ ടോപ്പിക്ക് കവർ ചെയ്തതുകൊണ്ട് ബാക്കി വേറൊരു ദിവസം നോക്കാം. അപ്പം 20, 21, 22 വരെയുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ കവർ ചെയ്തു. ഇനി 22 to 35 ആണുള്ളത്. ഓക്കെ.